അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ലിസാന്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. വളരെ സുഖേനല്ലോ എക്സാം. പാഠം പഠിച്ച് അതുപോലെ തദ്രീബാത്ത് ഫുള്ള് പഠിച്ചവർക്കൊക്കെ വളരെ സുഖേന്നു എക്സാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് നുമയ്യിസുൽ മുഅറബുൽ മബ്നി, മുഅറബും മബ്നിയും വേർതിരിക്കാനെന്നു. നല്ല സുഖാണ്. ഇസ്മും ഫീലും മുവാരിയും എന്താണ്? മുഅറബാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? മബ്നിയാണ്. അപ്പൊ മുഅറബിൽ വരുന്ന ഏതൊക്കെയാണ്? കിതാബുൻ, ഷജറത്തുൻ, യദ്ഹബു, അഖ്റഉ. മബ്നിയില് നഹ്നു, ഫി, ഫഅല, ദാലിക. അടുത്തതാണ് നൂസിലും ബിൽ മുനാസിബി, അവ യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. പൽ മുഅ്മിനു ഡാഷ്, എന്താണ്? ലാ യദ്ലിമു, ഒരു വിശ്വാസി ആക്രമിക്കൂല. രണ്ടാമത്തത് കതബ ദാരിസുൻ, കതബ എഴുതി, അദ്ദാരിസു വിദ്യാർത്ഥി എഴുതി, ബിൽ കലമി എന്തുകൊണ്ട്? പേന കൊണ്ട് എഴുതി. അൽ കഅബത്ത്, കഅബയാകുന്നു, ഫിൽ മക്ക, മക്കയിലാണ്. മാ തറക്ക ഖാലിദുൻ, ഖാലിദ് ഉപേക്ഷിച്ചിട്ടില്ല എന്ത്? സ്വലാത്തുൻ മക്തൂബത്തുൻ, ഫർളാക്കപ്പെട്ട നിസ്കാരം ഖാലിദ് ഉപേക്ഷിച്ചിട്ടില്ല. വളരെ സിമ്പിളാണ്. അപ്പൊ ഇത് രണ്ടും ഫുള്ള് ശരിയായാല് 8ഉം 4ഉം 12 മാർക്കാവട്ടോൽക്ക്. ഇനി അടുത്ത പ്രവർത്തനാണ് നക്തുബുൽ ജം എഴുതാന്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു എല്ലാ പാഠത്തെ ജംഉം പഠിക്കണമെന്ന്. ബലദുൻ ജം ബിലാദുൻ, ബൈത്തുൻ ജം ബുയൂത്തുൻ, മസ്ജിദുൻ ജം മസാജിദുൻ. എഴുതിയാൽ 6 മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത അരിബ് അറബിയിലാക്കാന്. എന്റെ പുസ്തകം ബാഗിലാണ്. അപ്പൊ എന്റെ പുസ്തകം, കിതാബ് എന്നാണല്ലോ പുസ്തകത്തിന് പറയാം. അപ്പൊ എന്റെ പുസ്തകം ആകുമ്പോ കിതാബി, എന്റെ പുസ്തകം ഫിൽ ഹക്കീബത്തി, ബാഗിലാണ്. അടുത്തത് ഇത് എന്റെ മദ്രസയാണ്. അപ്പൊ ഇത് എന്നുള്ളതിന് ഹാദ ഹാദിഹി രണ്ടും പറ്റും അല്ലേ. പക്ഷെ ഇവിടെ ഏതാ കൊടുക്കുക? മദ്രസയാണെന്ന് പറയുമ്പോ മദ്രസത്തുൻ അവസാനം താഴുണ്ടല്ലോ. അപ്പൊ എന്താ വരിക? ഹാദിഹി, ഹാദിഹി മദ്രസത്തി, ഇത് എന്റെ മദ്രസയാണ്. ഇനി തർജിം, അർത്ഥം ഇതാണ്. അൽ ബനാത്ത്, പെൺകുട്ടികൾ, ജലസ്ന അവർ എന്തായി? ഇരുന്നു. എവിടെ ഇരുന്നത്? അലൽ മഖഅദി, ബെഞ്ചിന്മേൽ ഇരുന്നു. ഇത് എന്റെ മദ്രസയാണ്. അപ്പൊ ഇത് എന്നുള്ളതിന് ഹാദ എന്നും പറയും, ഹാദി എന്നും പറയും. മദ്രസ എന്നുള്ളതിന്റെ അവസാനത്തിൽ കണ്ടില്ലേ താ ഇല്ലേ? അപ്പൊ എന്താ വരിക? ഹാദിഹി, ഹാദിഹി മദ്രസത്തി. ഇനി അടുത്തതാണ് തർജിം, അർത്ഥം എഴുതാന്. അൽ ബനാത്തു, പെൺകുട്ടികൾ, ജലസ്ന ഇരുന്നു, അലൽ മഖഅദി അവിടെ പെൺകുട്ടികൾ ബെഞ്ചിന്മേൽ ഇരുന്നു. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവർ എന്താവൂല? ആക്രമിക്കുകയില്ല, അവൻ ആക്രമിക്കുകയില്ല. ഇനി അടുത്തതാണ് നുകമ്മിലുൽ ഫറാഅ ബിൽ ഫിഅലിൽ മുനാസിബി മിമ്മാ ബൈനൽ ഖൗസൈനി, അവ യോജിച്ചത് കൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നമ്മൾ തദ്രീബാത്തിൽ വന്നതാണ്. മാ ഡാഷ് തോലിബ് വക്ത ദർസി അല്ലെ, വിദ്യാർത്ഥി. തോലിബ് പറഞ്ഞ വിദ്യാർത്ഥി ഒരാളാണ്. അപ്പൊ എന്താ വരിക? മാല ഇബ, കളിച്ചിട്ടില്ല. തോലിബ് വിദ്യാർത്ഥി കളിച്ചിട്ടില്ല. വക്ത ദർസി, ദർസിന്റെ സമയത്ത്, ക്ലാസിന്റെ സമയത്ത് വിദ്യാർത്ഥി കളിച്ചിട്ടില്ല. മാ ശരിബ നാസിറുൻ, മാ നാസിറുൻ, നാസിർ, നാസിർ എന്ന ഒരാളല്ലേ. ഷായ അംസി, അവ ഇന്നലെ നാസിർ ചായ കുടിച്ചിട്ടില്ല എന്നാണ് വരിക. അപ്പൊ എന്താ വരിക? നാസിർ ഒരാളാകുമ്പോ മാ ശരീബ കേട്ടോ. ഇനി അടുത്തതാണ് അൽ മുസ്ലിമു ഡാഷ് കുല്ലഹീൻ, ഒരു മുസ്ലിം എല്ലാ സമയത്തും എന്താ വരിക? തക്ലീബ് പറഞ്ഞ കളവ് പറയുന്നാവും. അങ്ങനെ വരുമോ? ഇല്ല. ഒരു മുസ്ലിം എല്ലാ സമയത്തും ലാ യക്ലിബു, എന്താവൂല? കളവ് പറയുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതിയാല് അതിന്റെ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അടുത്തതാണ് നുസരിഫു, സർഫാക്കാൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അഥവാ പുസ്തകത്തിൽ വന്ന് 2ാം പാഠത്തെയും 3ാം പാഠത്തെയും എല്ലാ സർഫാക്കാനുള്ളതും തദ്രീബാത്തിൽ വന്നവും പഠിക്കണം എന്നുള്ളത്. നോക്കുക. മാ കത്തബ, മാ കത്തബ, മാ കത്തബു, മാ കത്തബത്ത്, മാ കത്തബത്ത, മാ കത്തബ്ന, മാ കത്തബ്ത, മാ കത്തബ്തുമ, മാ കത്തബ്തും, മാ കത്തബ്തി, മാ കത്തബ്തുമ, മാ കത്തബ്തുന്ന, മാ കത്തബ്തു, മാ കത്തബ്ന. 5 മാർക്ക് ആവട്ടോ ഫുൾ എഴുതിയാല്. രണ്ടാമത്തത് എൻസുറു, എൻസുറാനി, എൻസുറൂന, തെൻസുറു, തെൻസുറാനി, എൻസുർന, തെൻസുറു, തെൻസുറാനി, തെൻസുറൂന, തെൻസുരീന, തെൻസുറാനി, തെൻസുർന, അൻസുറു, നെൻസുറു. ഇങ്ങനെ ഫുൾ എഴുതി കഴിഞ്ഞാൽ 5, അങ്ങനെ 10 മാർക്ക് ലഭിക്കട്ടോ. ഇതാണ് സർഫാക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിരുന്നു. അടുത്തതാണ് നുഹവ്വിലുൽ ഫിഅലൽ മുളാരി അൽ മൻഫിയ ഇലൽ മുസ്ബത്തി, ഫീൽ മുളാരി മൻഫിനെ മുസ്ബത്താക്കാനാണ്. നല്ല സുഖാണ്. നമ്മൾ മുസ്ബത്തിനെ മൻഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാമ് ചേർത്ത് കൊടുക്കല്ലേ. അപ്പൊ ലാമ് ഒഴിവാക്കിയിട്ട് അതേമാതിരി എഴുതുക. അത്വാലിബാനിലായ അബാനി എന്നുള്ളത് അത്വാലിബാനി എൽ അബാനി എഴുതുക. അൽ ഒനമു ലാ യഅകുലുൽ ഉഷ്ബ എന്നുള്ളത് അൽ ഒനമു യഅകുലുൽ ഉഷ്ബ എന്ന് എഴുതിയാൽ എന്തായി? അതിന്റെ ഫുൾ മാർക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി അവസാനത്തെ പ്രവർത്തനം അന്നക്തശിഫുൽ ജാറ വൽ മജ്റൂറ ഫിൽ അംസിലത്തി താലിയത്തി വനക്തുബുഹാ ഫിൽ ഖാനിയ, അവ ബോക്സിൽ എഴുതാനാണ്. ജാറു മജ്റൂർ, ഓരോ ആയത്തിലും വരുന്ന ജാറു മജ്റൂർ നോക്കിയിട്ട് ബോക്സ് എടുത്ത് എഴുതാനാണ്.
ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നു ബിൽ ബി റബ്ബി അല്ലെ. അപ്പൊ അടുത്ത സുഖാണ് നമ്മൾ പറഞ്ഞത് ജെറിന്റെ അർഫ് പഠിച്ച് അതിന് തൊട്ടപ്പുറത്ത് വരുന്ന വാക്ക് തന്നെയാണ് എന്ത് മജ്റൂർ. അപ്പൊ അടുത്തില് മീന, അപ്പൊ മീന എന്നുള്ളത് ജാറും മജ്റൂർ ഏതാണ് മദ്രസത്ത്. ഫി എന്നുള്ളത് ജാറ്, അടുത്തില് മസ്ജിദ് എന്നുള്ളത് മജ്റൂർ. അടുത്തില് ഏതാണ് ഇല എന്നുള്ളത് ജാറ്, അള്ളാഹു എന്നുള്ളത് മജ്റൂർ. അടുത്തില് അല എന്നുള്ളത് ജാറ്, മുസ്ലിം എന്നുള്ളത് മജ്റൂർ. അതുപോലെ ക എന്നുള്ളത് ജാറ്, അസ്ഫിൻ എന്നുള്ളത് മജ്റൂർ. ഈ രൂപത്തിൽ എഴുതിയവർക്ക് 50-ൽ 50 മാർക്കും കിട്ടും ഇൻഷാ അള്ളാഹ്. അടുത്ത പരീക്ഷ തജ്വീദാണ്. അപ്പൊ വേണ്ട രൂപത്തിലൊക്കെ പഠിക്കുക. പഠിച്ച റബ്ബ് നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.